എല്ലാവർക്കും നമസ്കാരം. വി.എസ്. അച്യുതാനന്ദൻ മുസ്ലിം വിരുദ്ധനാണ്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗത്തിൽ ഉൾപ്പെടെ വി.എസിന്റെ നിര്യാണത്തിന് ശേഷവും നിരവധി ആളുകളാണ് വി.എസ്. അച്യുതാനന്ദൻ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം 2010 നടത്തിയ ഒരു പ്രസംഗത്തിന്റെ കട്ട് ചെയ്തൊരു ഭാഗം മാത്രം ഇതിനായി തെളിവെന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ, കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. നോക്കൂ, അദ്ദേഹം എന്താണ് പറയുന്നത്? ഒരു 20 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുമെന്നും അത് ഇവർ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി നടപ്പിലാക്കുന്നതാണെന്നും പണം കൊടുത്ത് ചെറുപ്പക്കാരെ സ്വാധീനിക്കുമെന്നും നിരവധി മുസ്ലിം കുട്ടികൾ ഉണ്ടാകും, അതായത് ജനസംഖ്യ നിയന്ത്രണം ഉണ്ടാവില്ല, അങ്ങനെ കുട്ടികൾ ഉണ്ടാവുകയും മുസ്ലിം രാഷ്ട്രമായി സാമുദായികമായി ഇവർ ശക്തിപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലേ, ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി മാറും എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 2010 ജൂലൈ 24 ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യത്തിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. പക്ഷേ എന്താണ് ഇതിന്റെ പശ്ചാത്തലം? അന്ന് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ട് ഓഗസ്റ്റ് 15 നടത്താനിരുന്ന ഫ്രീഡം പരേഡിനെ എന്തിനാണ് സംസ്ഥാന സർക്കാർ എതിർത്തത്, എന്തുകൊണ്ടാണ് ഫ്രീഡം പരേഡ് നടത്താനുള്ള അവകാശത്തെ അല്ല അനുവാദത്തെ നിരാകരിച്ചതെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തിനാണത് തടഞ്ഞതെന്ന് അതിനുള്ള കൃത്യമായ ഉത്തരം എന്ന രീതിയിലാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഒരു തീവ്രവാദ സംഘടനയാണെന്നും അത് കൃത്യമായ അർത്ഥത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് 20 വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ പെരുപ്പിച്ചെടുത്തുകൊണ്ട് അതൊരു ഇസ്ലാമിക രാഷ്ട്രമായി കേരളത്തെ മാറ്റാൻ അവരുടെ പദ്ധതി, അവർ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിക്കും, നിരവധി ആളുകളെ ഇത്തരത്തിൽ കൊണ്ടുവരും, ചെറുപ്പക്കാർക്ക് പണം കൊടുക്കും, അതിനൊക്കെ ശേഷം ഈ ജനസംഖ്യാ പെരുപ്പത്തിലൂടെ കേരളത്തെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റുക എന്നതാണ് അവരുടെ ഉദ്ദേശമെന്ന് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുള്ള ചോദ്യവും അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മറുപടിയും ഒക്കെ മുറിച്ചു മാറ്റിക്കളഞ്ഞതിന് ശേഷം തങ്ങൾക്കാവശ്യമുള്ള ഭാഗം മാത്രമെടുത്ത് വി.എസ്. അച്യുതാനന്ദൻ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നോക്കൂ, മുസ്ലിം എന്ന് പറഞ്ഞാലും ഇസ്ലാം എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും നമ്മളൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരല്ലേ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ആരും തന്നെ വിശ്വാസികൾക്കെതിരല്ല. നമ്മൾ എന്തെങ്കിലും തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നാണ്. നമുക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. എന്താണ് പോപ്പുലർ ഫ്രണ്ട്? ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അഥവാ സിമി, ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് അഥവാ JMP, അതുപോലെ തന്നെ ISIS പോലെയുള്ള അതിതീവ്രമായ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും അവിടെ നിന്ന് പണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നും അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്തിയെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം അവർ നടത്തുന്നുണ്ടെന്നും വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ 2022 അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഇവരെ നിരോധിക്കുന്നത്. നിരോധിത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. തീവ്രവാദ ബന്ധങ്ങൾ ഇവർക്കുണ്ട് എന്നും വളരെ വ്യക്തമാക്കി നിരവധി റിപ്പോർട്ടുകളും NIA അടക്കമുള്ള നമ്മുടെ അന്വേഷണ സംഘടനകൾ അല്ലെങ്കിൽ ഏജൻസികൾ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലെ രാജ്യസ്നേഹികളൊക്കെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് പ്രവർത്തനങ്ങൾ നടത്തുകയും ജാഥ നടത്തുകയും മാർച്ചുകൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് എന്താണ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് അവർ അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിലെ രാഷ്ട്രീയ ഹിഡൻ അജണ്ടകളെ നടപ്പിലാക്കിയെടുക്കാനാണ് നോക്കുന്നത്. തങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, തങ്ങൾ അവർ ഉന്നമനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പറഞ്ഞൊരു സെക്കുലർ ഫാബ്രിക് എടുത്ത് അണിയുകയും, പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ഉള്ളിൽ നടക്കുന്നത് എന്താണ്? അത് ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദമാണ്. അതിനെതിരെ ശബ്ദിക്കേണ്ടതുണ്ട്. മാത്രമല്ല, വി.എസ്. അച്യുതാനന്ദൻ അല്ല ഇങ്ങനെ ഫ്രീഡം ഫൈറ്റിനെ നിരോധിച്ചിട്ടുള്ളതൊക്കെ. 2012 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും പോപ്പുലർ ഫ്രണ്ടിന് ഫ്രീഡം മാർച്ചിനെ നിരോധിച്ചിട്ടുണ്ട്. അന്ന് കോടതിയിൽ ഈ ഫ്രീഡം പരേഡിനെ തടഞ്ഞതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. സിമി അടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് ഫ്രീഡം പരേഡ് നടത്താനുള്ള അവകാശം നൽകാൻ സാധിക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അന്ന് ഈ ഉമ്മൻചാണ്ടിക്കെതിരെ അടക്കം വലിയ രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്ത്
അത് ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെയാണ് വിമർശിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരായ വിശ്വാസികൾക്കെതിരെയാണ് നമ്മളെന്ന് പറയുന്ന രാഷ്ട്രീയ ആയുധം ദയവ് ചെയ്ത് നിങ്ങൾ താഴെ വെക്കേണ്ടതുണ്ട്. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ അങ്ങനെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം പിടിച്ച് മുസ്ലിം വിരുദ്ധരാക്കുന്ന ടാറ്റിക്സ് അത് പണ്ട് മുതലേ ഉള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല, നിരവധി ആളുകൾ ഇപ്പോൾ ഇത് വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഒരു വീഡിയോ ലഭിക്കുന്ന വശം നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ്, എവിടെ നടന്നതാണെന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ പരിശോധിച്ച ശേഷം മാത്രം സംസാരിക്കുക. അല്ലാതെ കൃത്യമായ തെളിവുകളോ വിവരങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറയുന്ന രീതിയിലേക്ക് അധപ്പതിക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.